നമസ്കാരം. ബാക്ക് ബെഞ്ചസ് കോളേജിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമക്കോളജി സിമ്പിളായി പഠിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ടിപ്സാണ് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NSAIDs പറ്റിയാണ്. NSAIDs നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. NSAIDs പറ്റി പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് ഇൻഫ്ലമേഷൻ? ഇൻഫ്ലമേഷൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എ ലോക്കലൈസ്ഡ് റിയാക്ഷൻ ദാറ്റ് പ്രൊഡ്യൂസസ് റെഡ്നെസ്, വാംസ്, സ്വെല്ലിംഗ് ആൻഡ് പെയിൻ ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ ഓർ ഇഞ്ചുറി. ഇനി ഇൻഫ്ലമേറ്ററി പാത്വേ നോക്കാം. നമുക്കറിയാം സെൽ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോസ്ഫോലിപ്പിഡ് വെച്ചിട്ടാണ്. ഫോസ്ഫോലിപ്പിഡ് ബൈലെയറാണ്. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഫോസ്ഫോലിപ്പേസ് A2 എന്ന് പറയുന്ന എൻസൈം വന്ന് ഈ സെൽ മെംബ്രെയിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അതിൽ നിന്നാണ് അറാക്കിഡോണിക് ആസിഡ് ഉണ്ടാകുന്നത്. ഈ അറാക്കിഡോണിക് ആസിഡിൻ്റെ മെറ്റബോളിസം നടക്കുന്നത് രണ്ട് പാത്വേ വഴിയാണ്. ഒന്ന് സൈക്ലോ ഓക്സിനേസ് പാത്വേ, രണ്ട് 5-ലിപ്പോ ഓക്സിനേസ് പാത്വേ. സൈക്ലോ ഓക്സിനേസ് പാത്വേയിൽ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് എൻസൈംസ് ആണ് COX-1 ആൻഡ് COX-2. സൈക്ലോ ഓക്സിനേസ് 1 ആൻഡ് സൈക്ലോ ഓക്സിനേസ് 2. ഇതുവഴി ഉണ്ടാകുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻസ് ആണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ B2, E2, F2 ആൽഫ, പ്രോസ്റ്റോസൈക്ലിൻ ആൻഡ് ത്രോംബോക്സിൻ A2. 5-ലിപ്പോ ഓക്സിനേസ് പാത്വേ വഴി അറാക്കിഡോണിക് ആസിഡ് 5-ലിപ്പോ ഓക്സിനേസ് എന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടി ലൂക്കോട്രെയിൻസ് ഉണ്ടാവും. ലൂക്കോട്രെയിൻ C4, D4 ആൻഡ് E4. അപ്പം ഇതിന് പറയുന്ന പേരാണ് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ സപ്രസ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് NSAIDs മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻഹിബിഷൻ ഓഫ് COX pathway by blocking COX-1 or COX-2 or both, thereby blocking the production of inflammatory mediators. ഇനി ക്ലാസിഫിക്കേഷനിലേക്ക് വരാം. NSAIDs മെയിനായിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നോൺ സെലക്റ്റീവ് COX ഇൻഹിബിറ്റേഴ്സ്, പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സ് ആൻഡ് സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ്. നോൺ സെലക്റ്റീവ് COX ഇൻഹിബിറ്റേഴ്സിന് രണ്ട് എൻസൈംസിനോടും, അതായത് COX-1നോടും COX-2നോടും ഒരേ അഫിനിറ്റി ആയിരിക്കും. രണ്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവും. പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സിന് COX-2നോടായിരിക്കും കൂടുതൽ അഫിനിറ്റി, എന്നാൽ അതിന് COX-1നോടും അഫിനിറ്റി ഉണ്ടാവും. നോൺ സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സിനെ നോക്കുകയാണെങ്കിൽ അത് COX-2നെ മാത്രമായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. അടുത്തതായി നോക്കുന്നത് നോൺ സെലക്റ്റീവ് COX ഇൻഹിബിറ്റേഴ്സിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിലൊന്ന് സാലിസിലേറ്റ്സ്. അതിൽ വരുന്നതാണ് ആസ്പിരിൻ, അസറ്റിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ ഇൻഡോമെത്താസിൻ, കീറ്റോറൊലാക്, പൈറസോളോൺ ഡെറിവേറ്റീവ്സ് ഓക്സിബ്യൂട്ടസോൺ, ഫിനൈൽ ബ്യൂട്ടസോൺ, പ്രൊപ്യോണിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ ഐബുപ്രൂഫൻ, കീറ്റോപ്രൂഫൻ ആൻഡ് നാപ്രോക്സിൻ, ഫിനമേറ്റ്സിൽ മെഫിനമിക് ആസിഡ്, എനോളിക് ആസിഡ് ഡെറിവേറ്റീവ്സിൽ പൈറോക്സിക്കാം ആൻഡ് ടെനോക്സിക്കാം. പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് ഡൈക്ലോഫിനാക്, അസൈക്ലോഫിനാക് ആൻഡ് നെമുസിലൈഡ്. പിന്നെ സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സ് ആണ്. അതിൽ വരുന്നത് സെലിക്കോക്സിബ് ആൻഡ് എറ്റോറിക്കോക്സിബ്. ആസ്പിരിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആസ്പിരിൻ ഇറിവേഴ്സിബിളി ഇൻഹിബിറ്റ്സ് COX-1 ആൻഡ് COX-2, ഹാവിങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക്, ആൻറ്റിപൈററ്റിക് ആൻഡ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ഇതിൽ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഉണ്ടാകുന്നത് ത്രോംബോക്സിൻ A2 എന്ന് പറയുന്നൊരു ഇൻഫ്ലമേറ്ററി മീഡിയേറ്ററിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നുകൊണ്ടാണ്. അത് COX-1 ഇൻഹിബിഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ബ്ലീഡിങ് ടൈം പ്രൊലോങ് ചെയ്യുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ടാകുന്നത് പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. അങ്ങനെയാണ് പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കുന്നത്. ആൻറ്റിപൈററ്റിക് ആക്ഷൻ ഉണ്ടാകുന്നതും പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ ഹൈപ്പോതലാമസിൽ കുറയ്ക്കുന്നുണ്ടാണ്. അടുത്ത ആസ്പിരിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് ആണ്. ആസ് അനാൽജസിക്, ഹെഡ് ഏക്ക്, മൈഗ്രെയിൻ, ബാക്ക് ഏക്ക്, ടൂത്ത് ഏക്ക് എക്സെട്ര. അതിന് ഡോസ് 300 to 600 mg 8 hours-ലെയാണ്. ആസ് ആൻറ്റിപൈററ്റിക്, അതും സെയിം ഡോസാണ്, 300 to 600 mg 8 hours-ല്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസിന് കൊടുക്കാറുണ്ട്. ടു റെഡ്യൂസ് പെയിൻ, സ്വെല്ലിംഗ് ആൻഡ് സ്റ്റിഫ്നെസ്. അതിൻ്റെ ഡോസ് എന്ന് പറഞ്ഞാൽ 4 to 5 gram per day ആണ്. പിന്നെ പോസ്റ്റ് MI ആൻഡ് പോസ്റ്റ് സ്ട്രോക്ക് ട്രീറ്റ്മെൻറ്റിൽ കൊടുക്കാറുണ്ട്. അത് ലോ ഡോസിലാണ്, 60 to 100 mg per day ആണ്. അത് ലോ ഡോസിൽ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നൊരു കഴിവുള്ളതുകൊണ്ടാണ് കൊടുക്കുന്നത്. അടുത്തത് ആസ്പിരിൻ്റെ ADR ആണ്. അതിൽ GI ഡിസ്റ്റർബൻസസ്, നോസിയ, വോമിറ്റിംഗ്, എപ്പിഗാസ്ട്രിക് ഡിസ്ട്രസ്, ഗ്യാസ്ട്രിക് മ്യൂക്കോസൽ ഡിസ്ട്രക്ഷൻ. പിന്നെ രണ്ടാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതിൽ റാഷ്, അട്രിക്കേറിയ, ആസ്മ.
പിന്നെ സാലിസിലിസത്തിൽ വരുന്നത് ടിനിറ്റസ്, അബ്ഡോമിനൽ പെയിൻ, ഫാസ്റ്റ് ബ്രീത്തിങ് റേറ്റ്. പിന്നീട് വരുന്നത് ഹെപ്പാറ്റോടോക്സിറ്റി, നെഫ്രോടോക്സിസിറ്റി, അതിൽ വരുന്നത് സോഡിയം ആൻഡ് വാട്ടർ റിട്ടൻഷൻ, പിന്നെ പ്രൊലോങ്ങേഷൻ ഓഫ് ബ്ലീഡിംഗ് ടൈം. അടുത്ത കാറ്റഗറി പ്രൊപ്പിയോണിക് ആസിഡ് ഡെറിവേറ്റീവ്സ്. അതിൽ വരുന്നതാണ് ഐബുപ്രൂഫൻ, നാപ്രോക്സൻ ആൻഡ് കീറ്റോപ്രോഫൻ. അനാൽജസിക്, ആൻറ്റിപൈററ്റിക് ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്, പക്ഷേ എഫിക്കസി ഈസ് ലോവർ ദാൻ ആസ്പിരിൻ. നോട്ട് ഗിവൻ ഇൻ പ്രഗ്നൻസി ആൻഡ് പെപ്റ്റിക് അൾസർ പേഷ്യൻസ്. Ibuprofen is used as analgesic antipyretic in painful menstrual periods, rheumatoid arthritis, osteoarthritis and skeletal muscle pain and migraine. അതിൻ്റെ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 3200 mg പെർ ഡേ ആണ്. അടുത്തത് നാപ്രോക്സിൻ ആണ്. സ്ട്രോങ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ടിവിറ്റി ഉണ്ട്, പ്രിഫേർഡ് ഇൻ അക്യൂട്ട് ഗൗട്ട്. അതിന് ഹാഫ് ലൈഫ് വരുന്നത് 12 to 16 hours ആണ്. Dosage 750 mg stat followed by 250 mg 8 hoursly till attack subsides. അടുത്ത ഫിനമേറ്റ്സ് കാറ്റഗറിയിൽ വരുന്നത് മെഫിനമിക് ആസിഡ് ആണ്. യൂസ്ഡ് ആസ് അനാൽജസിക് ഇൻ മസിൽ, ജോയിൻറ്റ് ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ പെയിൻ ആൻഡ് ഡിസ്മെനോറിയ. അടുത്തത് ഇനോളിക് ആസിഡ് ഡെറിവേറ്റീവ്സ് ആണ്. അതിൽ വരുന്നതാണ് പൈറോക്സിക്കം. മൾട്ടിപ്പിൾ ആക്ഷൻ NSAID ആണ്. ലോങ് ആക്ടിങ്, ലോങ് ടൈം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇൻ റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോആർത്രൈറ്റിസ്, അക്യൂട്ട് ഗൗട്ട് എക്സെട്ര. ഇനി പ്രിഫറൻഷ്യൽ COX-2 ഇൻഹിബിറ്റേഴ്സിൽ വരുന്നതാണ് ഡൈക്ലോഫിനാക്ക്. COX-2നോടായിരിക്കും കൂടുതൽ അഫിനിറ്റി, പക്ഷേ COX-1ലും ആക്ഷൻ ഉണ്ടാവും. മോസ്റ്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് NSAID ആണ്. റൊമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോആർത്രൈറ്റിസ്, ടൂത്ത് ഏക്ക്, ഡിസ്മെനോറിയ, പോസ്റ്റ് ട്രോമാറ്റിക് ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡൈക്ലോഫിനാക്കിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സിൽ വരുന്നത് മൈൽഡ് എപ്പിഗ്യാസ്ട്രിക് പെയിൻ, നോസിയ, ഹെഡ് ഏക്ക്, ഡിസിനസ് ആൻഡ് റാഷസ്. സെലക്റ്റീവ് COX-2 ഇൻഹിബിറ്റേഴ്സിൽ വരുന്ന മെഡിസിനാണ് സെലിക്കോക്സിബ്. അതിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, അനാൽജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക് ആക്ഷൻ ഉണ്ട് വിത്ത് ലോ അൾസറോജനിക് പൊട്ടൻഷ്യൽ. ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിനും യൂസ് ചെയ്യാറുണ്ട്. ഡോസ് 100 to 200 mg BD. അപ്പോൾ NSAIDസിനെ പറ്റിയ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാർമക്കോളജി വളരെ സിമ്പിളായിട്ട് പഠിക്കാനുള്ള ടിപ്സാണ് ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ക്ലാസ്സിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം. അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.